മറ്റൊരു വാർത്തയിലേക്ക്. കോയമ്പത്തൂർ ടൗൺ ഹാളിൽ വ്യാപാര മേഖലയിൽ വൻ തീപിടുത്തം. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ തീ പടർന്നു. 10-ലധികം അഗ്നിരക്ഷാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. നന്ദു, ഇത് എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്, ദൃശ്യങ്ങൾ കാണാൻ കഴിയും. എന്താണ് വിവരം? അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ്. കോയമ്പത്തൂർ ടൗൺ ഹാളിലെ വ്യാപാര മേഖലയിൽ നിരവധി കടകൾക്ക്, ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കടകൾക്ക് ഈ തീ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് ഏതാണ്ട് 10-ലധികം അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ തീ അണയ്ക്കൽ വളരെയധികം ശ്രമകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഈ ഒരു തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന കാര്യത്തിലൊന്നും തന്നെ ഇപ്പോഴും വ്യക്തതയില്ല. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ്. ആദ്യം ഈ തീ അണച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണം ഈ കാര്യത്തിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഏതായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. ദാരുണമായ വാർത്ത റിപ്പോർട്ട് ചെയ്തത് നന്ദു. ഇടവേള.